ഭാഗ്യം മാറുന്നതിന്റെ രഹസ്യം ഇത് ശരിക്കും സാധ്യമാണോ? ചില ആളുകൾ ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരേ സ്ഥാനത്ത് തന്നെ തുടരുന്നത്? അതേസമയം ചിലർ വളരെ കുറഞ്ഞ പരിശ്രമം കൊണ്ട് വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്ന് നമ്മൾ വിളിക്കുന്ന ഏതെങ്കിലും അദൃശ്യശക്തി ശരിക്കുമുണ്ടോ? നിങ്ങളുടെ ഭാഗ്യത്തിന്റെ താക്കോൽ ആകാശത്തിലെ ഏതെങ്കിലും നക്ഷത്രത്തിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ശരീരത്തിലെ വളരെ ലളിതമായ ഒരു ഭാഗത്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റാം എന്ന ചിന്തയിലാണ് നമ്മൾ രാപ്പകലില്ലാതെ മുഴുകിയിരിക്കുന്നത്. നമ്മൾ വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, ചെലവേറിയ കോഴ്സുകൾ ചെയ്യുന്നു, വലിയ മാറ്റങ്ങൾക്കായി തിരയുന്നു. എന്നാൽ പ്രകൃതിയുടെ ഓരോ വലിയ നിയമവും വളരെ സൂക്ഷ്മവും ലളിതവുമായ കാര്യങ്ങളാലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയും ദശയെയും പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന അത്ര ലളിതവും എന്നാൽ അങ്ങേയറ്റം ശക്തവുമായ ഒരു ശീലത്തെക്കുറിച്ചാണ്. ആ ശീലമാണ് എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് കാൽ കഴുകുക എന്നത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഉറങ്ങുന്നതിനു മുൻപ് കാൽ കഴുകിയാൽ മാത്രം ഭാഗ്യം മാറുമോ? അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാവരും പണക്കാരും വിജയികളും ശാന്തരുമാകുമായിരുന്നു. എന്നാൽ ഇത് വെറുമൊരു കാൽ കഴുകലിന്റെ കാര്യമല്ല. പകരം ദിവസം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആ ഊർജ്ജത്തിന്റെ കാര്യമാണ്. ശരീരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലും പൊടിപോലെ വന്നടിയുന്ന ആ തളർച്ചയുടെ കാര്യമാണ്. രാത്രിയിൽ നിങ്ങളെത്തന്നെ വൃത്തിയാക്കാതെ, ഉള്ളിലെ അസ്വസ്ഥതകൾ മാറ്റാതെ കിടക്കയിലേക്ക് പോകുമ്പോൾ ശരീരം മാത്രമല്ല ഉറങ്ങുന്നത്, നിങ്ങളുടെ ഭാഗ്യവും ഭാരമേറി ഉറങ്ങിപ്പോകുന്നു. ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇന്ന് നമ്മൾ വെറുമൊരു ശാരീരിക ക്രിയയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് നമ്മുടെ ബോധത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആഴമേറിയ ശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ആത്മീയതയെയും കുറിച്ചാണ്. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചേരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ രാത്രിയിൽ കാൽ കഴുകാതെയാണോ ഉറങ്ങാറുള്ളത് എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഈ അറിവ് ശരിക്കും ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഊർജ്ജത്തിന്റെ കളിയും ഓഷോയുടെ കാഴ്ചപ്പാടും. പ്രശസ്ത തത്വചിന്തകനും ആത്മീയ ഗുരുവുമായ ഓഷോ പറയുന്നു, മനുഷ്യൻ വെറുമൊരു മാംസവും എല്ലും നിറഞ്ഞ ശരീരം മാത്രമല്ല. അവനു ചുറ്റും ഊർജ്ജത്തിന്റെ ഒരു അദൃശ്യ വലയമുണ്ട്. ഇതിനെ ആഭാമണ്ഡലം എന്ന് വിളിക്കുന്നു. പകൽ മുഴുവൻ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്നും, കേൾക്കുന്ന വാക്കുകളിൽ നിന്നും, അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളിൽ നിന്നും ഉള്ള ഊർജ്ജമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നു. ഊർജ്ജം ഒരിക്കലും നശിക്കുന്നില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നിങ്ങൾ ദിവസം മുഴുവൻ ഏതെങ്കിലും നെഗറ്റീവായ വ്യക്തിയെ കാണുമ്പോഴോ, തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ഓഫീസിലെ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോഴോ ആ നെഗറ്റീവ് തരംഗങ്ങളെല്ലാം നിങ്ങളുടെ ഈ ഊർജ്ജവലയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പതുക്കെ തളരാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു. പിന്നീട് നിങ്ങൾ പറയും, ഭാഗ്യം തുണയ്ക്കുന്നില്ലെന്ന്. എന്നാൽ നിങ്ങളുടെ ഭാഗ്യം മോശമായതല്ല, നിങ്ങളുടെ ഊർജ്ജം അശുദ്ധമായതാണ്. ഒരു വൃത്തിയുള്ള കണ്ണാടിയുടെ മുന്നിൽ വരുമ്പോൾ എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നതുപോലെ നിങ്ങളുടെ ഊർജ്ജം ശുദ്ധമായിരിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാം ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. എന്നാൽ ആ കണ്ണാടിയിൽ പൊടിയുടെ കട്ടിപ്പടലം അടിഞ്ഞുകൂടുമ്പോൾ കാഴ്ച മങ്ങുന്നു. ഈ മങ്ങലാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ നമ്മൾ മോശം വിധി എന്ന് വിളിക്കുന്നു. കാലുകൾ വെറുമൊരു ശരീരഭാഗം മാത്രമല്ല, അവ ഭൂമിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ്. ദിവസം മുഴുവൻ നിങ്ങളുടെ കാലുകൾ ഈ ഭൂമിയുടെ ഊർജ്ജത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും പുരാതന ശാസ്ത്രത്തിലും കാലുകളെ ഊർജ്ജത്തിന്റെ പ്രധാന കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ഓട്ടപ്പാച്ചിലുകൾ, നിങ്ങളുടെ സമ്മർദ്ദം, നിങ്ങളുടെ കോപം, നിങ്ങളുടെ ഉത്കണ്ഠ ഇവയുടെയെല്ലാം ചൂട് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് കാലുകളിലാണ്. നിങ്ങൾ വളരെയധികം ചിന്തിക്കുകയോ മാനസിക സമ്മർദ്ദത്തിലാവുകയോ ചെയ്യുമ്പോൾ ഗോപനീയത നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു ഘർഷണം, ഒരു നെഗറ്റീവ് ചൂടുണ്ടാകുന്നു. ഈ ചൂട് ഗുരുത്വാകർഷണം കാരണം താഴേക്ക് സഞ്ചരിച്ച് നിങ്ങളുടെ ഉള്ളംകാലുകളിൽ വന്ന് തങ്ങി നിൽക്കുന്നു. രാത്രിയിൽ അവയെ ശാന്തമാക്കാതെ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ അസ്വസ്ഥത നിങ്ങളുടെ ഉറക്കത്തിലേക്കും പടരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുമ്പോൾ ഉറക്കം ശരിയായി വരാറില്ല. ശരീരം പൂർണ്ണമായും തളർന്നിരിക്കും, കണ്ണുകൾ ഭാരമുള്ളതായിരിക്കും. എങ്കിലും കിടക്കയിൽ കിടന്ന് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഉള്ളിലെ അസ്വസ്ഥത വിട്ടുമാറില്ല. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? കാരണം ശരീരത്തിനു മാത്രം വിശ്രമം പോരാ, നിങ്ങളുടെ ഊർജ്ജത്തിനും ശാന്തി ആവശ്യമാണ്. ആ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ഊർജ്ജം ശാന്തമാകാതെ നിങ്ങളുടെ മസ്തിഷ്ക തരംഗങ്ങൾക്ക് വിശ്രമാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. പുരാതന ജ്ഞാനവും ജലത്തിന്റെ രഹസ്യവും.
നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്കും പഴയ പാരമ്പര്യങ്ങളിലേക്കും നോക്കിയാൽ നമ്മുടെ പൂർവികർ മികച്ച ശാസ്ത്രജ്ഞരായിരുന്നു എന്ന് മനസ്സിലാക്കാം. പണ്ടുകാലത്ത് ആളുകൾ വീട്ടിൽ പ്രവേശിക്കുന്നതിനു മുൻപ് കൈകാലുകൾ കഴുകുമായിരുന്നു. എന്തുകൊണ്ട്? അവർ വെറുമൊരു ശുചിത്വപ്രിയർ ആയതുകൊണ്ടാണോ? പുറത്തെ മണ്ണ് വീടിനുള്ളിൽ കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നോ അത്? അല്ല. പുറത്തെ പൊടി കാലുകളിൽ മാത്രമല്ല, മനസ്സിലും പറ്റിപ്പിടിക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു വ്യക്തി സമൂഹത്തിൽ സഞ്ചരിക്കുമ്പോഴും വിപണിയിൽ പോകുമ്പോഴും പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുമായും നെഗറ്റീവ് ചിന്തകളുമായും സമ്പർക്കത്തിൽ വരുന്നുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് വെള്ളം കൊണ്ട് കാൽ കഴുകുന്നത് വെറുമൊരു ശാരീരിക ശുദ്ധീകരണമായിരുന്നില്ല, അത് ഒരു ഊർജ്ജ ശുദ്ധീകരണമായിരുന്നു. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെ പവിത്രമാക്കുന്ന ഒരു സ്നാനമായിരുന്നു അത്. വെള്ളം ശരീരം മാത്രമല്ല കഴുകുന്നത്, അത് ഓർമ്മകളെ കൂടി ഒഴുക്കിക്കൊണ്ടുപോകുന്നു. ജലത്തിന് സ്വന്തമായി ഒരു ഓർമ്മശക്തിയുണ്ടെന്നും അതിന് തരംഗങ്ങളെ ആഗിരണം ചെയ്യാനും ഒഴുക്കിവിടാനും കഴിയുമെന്നും ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. തണുത്തതും വൃത്തിയുള്ളതുമായ ജലം നിങ്ങളുടെ കാലുകളിൽ സ്പർശിക്കുമ്പോൾ ശരീരത്തിലെ ചൂട് പതുക്കെ പതുക്കെ ശാന്തമാകാൻ തുടങ്ങും. ഉള്ളം കാലുകളിലെ തീവ്രമായ കാന്തിക താപ വലിവിനെ വെള്ളം പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യുന്നു. കാലുകളുടെ ചൂട് കുറയുന്നതോടെ നിങ്ങളുടെ നാഡീവ്യൂഹത്തിന് ഇനി സുരക്ഷിതമായിരിക്കാനും ശാന്തമാകാനുമുള്ള സമയമായി എന്നൊരു സന്ദേശം ലഭിക്കുന്നു. ഇതിന്റെ ഫലമായി മനസ്സിന്റെ വേഗത കുറയുന്നു. ദിവസം മുഴുവൻ തലച്ചോറിലും നടന്നുകൊണ്ടിരുന്ന ചിന്തകളുടെ കൊടുങ്കാറ്റിന്റെ വേഗത കുറയുന്നു. ശ്വാസം ആഴത്തിലുള്ളതും താളാത്മകവുമായി മാറുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴത്തിലുള്ള സമാധാനം അനുഭവപ്പെടുന്നു. ഈ സമാധാനമാണ് നിങ്ങളുടെ ബോധത്തെ ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് നയിക്കുന്നതിനുള്ള ആദ്യപടി. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. വലിയ വിജയത്തിന് വലിയ കാര്യങ്ങൾ വേണമെന്നാണ് അവൻ കരുതുന്നത്. അവൻ കോടികളെക്കുറിച്ച് സംസാരിക്കുന്നു, വലിയ മാറ്റങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു. പക്ഷേ ചെറിയ ശീലങ്ങളുടെ ശക്തി അവൻ മറന്നുപോകുന്നു. വലിയൊരു അനുഷ്ഠാനമോ വലിയൊരു തന്ത്രമോ പ്രയോഗിക്കാതെ തന്റെ ജീവിതം മാറില്ലെന്ന് അവൻ കരുതുന്നു. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ ജീവിതം മാറുന്നത് വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ദിവസം മുഴുവനുള്ള ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ നാളത്തെ ഭാവി രൂപപ്പെടുത്തുന്നത്. ചെറിയ ശീലങ്ങളുടെ മഹാശക്തി. എല്ലാ രാത്രിയിലും കാൽ കഴുകുന്നത് ഒരു സൂചനയാണ്. ഇത് വെറുമൊരു ശാരീരിക ക്രിയയല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധമനസ്സിന് നൽകുന്ന വലിയൊരു മനഃശാസ്ത്രപരമായ സൂചനയാണ്. പകൽ അവസാനിച്ചു എന്നതിന്റെ സൂചനയാണിത്. പകൽ മുഴുവനുണ്ടായ എല്ലാ നെഗറ്റിവിറ്റികളെയും പോരാട്ടങ്ങളെയും വിജയപരാജയങ്ങളെയും നിങ്ങൾ ഇവിടെത്തന്നെ ഉപേക്ഷിക്കുകയാണെന്ന സന്ദേശമാണിത്. നിങ്ങൾ വെള്ളം കൊണ്ട് കാൽ കഴുകുമ്പോൾ പുറം ലോകത്തിന്റെ അധ്യായം അടഞ്ഞുകഴിഞ്ഞുവെന്നും ഇനി ഉള്ളിലെ ലോകത്തിന്റെ സമയം ആരംഭിച്ചുവെന്നും നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കുകയാണ്. രാവു മുതൽ രാത്രി വരെ നിങ്ങൾക്കായി തളരാതെ ജോലി ചെയ്ത, നിങ്ങളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ച ഈ ശരീരത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയാണിത്. ചെറിയ കുട്ടികൾ എത്ര ആഴത്തിലും നിഷ്കളങ്കമായും ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട്? കാരണം അവരുടെ ഉള്ളിൽ യാതൊരു ഭാരവുമില്ല. അവർക്ക് കഴിഞ്ഞകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപമോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ഇല്ല. അവർ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. എന്നാൽ മനുഷ്യൻ വളരുന്തോറും അവന്റെ മനസ്സ് മാലിന്യങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ പിടിച്ചുവെക്കാൻ തുടങ്ങുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത്, അപമാനിച്ചത്, തകർന്ന സ്വപ്നങ്ങൾ, ഓഫീസിലെ നഷ്ടങ്ങൾ എല്ലാം ഉള്ളിലടിഞ്ഞുകൂടുന്നു. മനുഷ്യൻ ആ ചിന്തകളും അപമാനവും വേദനയുമെല്ലാം പേറിയാണ് കിടക്കയിലേക്ക് പോകുന്നത്. അവൻ തന്റെ മനസ്സിനെ ഒരു മാലിന്യക്കുട്ടയാക്കി മാറ്റുന്നു, എന്നിട്ട് സുഖകരവും ശാന്തവുമായ ഉറക്കം പ്രതീക്ഷിക്കുന്നു. ഇത് എങ്ങനെ സാധ്യമാകും? രാത്രിയിൽ കാൽ കഴുകുന്നത് സ്വയം പറയുന്നതാണ്, കഴിഞ്ഞുപോയത് ഇനി ഒഴുകിപ്പോകട്ടെ. ഇതൊരു തരം വിസർജനമാണ്. നമ്മൾ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതുപോലെ പകൽ മുഴുവനുള്ള അനുഭവങ്ങളെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുകയാണ്. ചിന്തിച്ചു നോക്കൂ, എല്ലാ രാത്രിയിലും നിങ്ങളുടെ ദുഃഖങ്ങളും ഉത്കണ്ഠകളും ഇത്തരത്തിൽ കഴുകിക്കളഞ്ഞുറങ്ങുകയാണെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ഇടം ബാധ്യതകളില്ലാതെ ഒഴിഞ്ഞുകിടക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഉള്ളിൽ ഇടമൊഴിഞ്ഞുകിടക്കാതെ പുതിയ കാര്യങ്ങൾക്ക് എങ്ങനെ കടന്നുവരാൻ കഴിയും? ശൂന്യമായ ഇടത്തിലാണ് പുതിയ ഊർജ്ജം ജനിക്കുന്നത്. ഉള്ളിലെ നെഗറ്റിവിറ്റി വൃത്തിയാക്കുമ്പോൾ മാത്രമേ അവിടെ പോസിറ്റിവിറ്റിയുടെയും പുതിയ ചിന്തകളുടെയും മുളകൾ പൊട്ടുകയുള്ളൂ. ശാന്തമായ മനസ്സും ഭാഗ്യവും തമ്മിലുള്ള പരസ്പര ബന്ധം. ഓഷോ പറയുന്നു, ഏതു മനുഷ്യന്റെ മനസ്സാണോ ശാന്തമായിരിക്കുന്നത് അവന്റെ ഭാഗ്യം തനിയെ മാറാൻ തുടങ്ങും. ഭാഗ്യം മാറാൻ ബാഹ്യസാഹചര്യങ്ങൾ മാറണമെന്നോ കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ സ്വാധീനമുള്ള ആളുകളെ കാണണമെന്നോ ആണ് ആളുകൾ കരുതുന്നത്. എന്നാൽ യഥാർത്ഥ ശാസ്ത്രം ഇതാണ്: നിങ്ങളുടെ ആന്തരിക ലോകം മാറുമ്പോൾ ബാഹ്യലോകം അതിനെ പിന്തുടരാൻ നിർബന്ധിതമായിത്തീരുന്നു. ശാന്തമായ മനസ്സ് എപ്പോഴും ശരിയായ തീരുമാനങ്ങളെടുക്കുന്നു.
മനസ്സിൽ ചിന്തകളുടെ കോലാഹലങ്ങളില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് കൃത്യമായി മാറുന്നു. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകില്ല. അശാന്തമായ ഒരു മനസ്സ് എപ്പോഴും ഭയം, അത്യാഗ്രഹം അല്ലെങ്കിൽ തിടുക്കം എന്നിവ കാരണം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് പിന്നീട് പരാജയത്തിന് കാരണമാകുന്നു. നേരെ മറിച്ച് ശാന്തമായ ഒരു മനസ്സിന് അവസരങ്ങളെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അവസരങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ അശാന്തവും ഉത്കണ്ഠ നിറഞ്ഞതുമായ മനസ്സിന് ആ അവസരങ്ങൾ കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ശ്രദ്ധ സ്വന്തം പ്രശ്നങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. ശാന്തമായ മനസ്സിന് ഒരു കാന്തിക ആകർഷണമുണ്ട്. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തനും സംതൃപ്തനുമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾ കാരണം ശരിയായ ആളുകളും ശരിയായ സാഹചര്യങ്ങളും വിജയവും തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എല്ലാറ്റിനുമുപരിയായി ശാന്തമായ മനസ്സ് ദൈവത്തോട്, ആ പരമമായ ബോധത്തോടടുത്തു നിൽക്കുന്നു. ഇന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല. അവർ മണിക്കൂറുകളോളം ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഇരിക്കുന്നു, മന്ത്രങ്ങൾ ജപിക്കുന്നു, എങ്കിലും ഉള്ളിൽ ഇരുട്ടും അശാന്തിയും തുടരുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ക്യോങ്കി ആത്മീയതയെന്നത് വെറുതെ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ വരുന്നതല്ല. ആത്മീയത എന്നത് ജീവിതരീതിയാണ്. നിങ്ങൾ ആഹാരം കഴിക്കുന്ന രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങൾ ഉറങ്ങുന്ന രീതി, ഇതെല്ലാം ആത്മീയതയാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധയും ബോധവുമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയായി മാറുന്നു. ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ കാലുകളെ പൂർണ്ണമായ സ്നേഹത്തോടെ കഴുകുകയും പതുക്കെ വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരവുമായി ആഴത്തിൽ ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഇന്നത്തെ ആധുനിക മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ അകന്നുപോയിരിക്കുന്നു. അവൻ 24 മണിക്കൂറും സ്വന്തം തലച്ചോറിലാണ് ജീവിക്കുന്നത്, ചിന്തകളുടെ ലോകത്താണ് കഴിയുന്നത്. തനിക്ക് മനോഹരമായൊരു ശരീരമുണ്ടെന്ന് അവൻ മറന്നുപോയിരിക്കുന്നു. എന്നാൽ സ്വന്തം ശരീരവുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ പതുക്കെ തന്റെ ആത്മാവുമായും ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ആത്മാവ് വസിക്കുന്ന ക്ഷേത്രമാണ് ശരീരം. ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായ കാലുകളെ വൃത്തിയായി സൂക്ഷിക്കുന്നത് ആ ആന്തരിക യാത്രയുടെ തുടക്കമാണ്. ഒരു ചെറിയ ഇടവേള. മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ യുക്തിസഹവും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതുമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഈ വീഡിയോ പങ്കിടാൻ മറക്കരുത്. അങ്ങനെ അവർക്കും ഈ ലളിതമായ ശാസ്ത്രത്തിന്റെ പ്രയോജനം ലഭിക്കട്ടെ. കമന്റ് ബോക്സിൽ ഓം ശാന്തി എന്നെഴുതാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാനുള്ള മറ്റൊരു ചെറിയ ശ്രമമായിരിക്കാം. കാൽ കഴുകുന്നതിന്റെ ശാരീരികവും നാഡീശാസ്ത്രപരവുമായ വശം. ശരീരത്തിലെ പല പ്രധാന ബിന്ദുക്കളും കാലുകളിലാണെന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. അക്യുപ്രഷറും പുരാതന ചികിത്സാ രീതികളും അനുസരിച്ച് നമ്മുടെ ഉള്ളംകാലുകളിൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളുടെയും റിഫ്ലക്സ് പോയിന്റുകളുണ്ട്. ശരീരത്തിലെ മുഴുവൻ നാഡികളും ഊർജ്ജനരമ്പുകളും എവിടെയെങ്കിലുമൊക്കെ കാലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തണുത്ത വെള്ളം കാലുകളിൽ സ്പർശിക്കുമ്പോൾ ചർമ്മം മാത്രമല്ല നനയുന്നത്, മറിച്ച് നിങ്ങളുടെ മുഴുവൻ വ്യവസ്ഥയും നിങ്ങളുടെ നാഡീവ്യൂഹവും ശാന്തമാകാൻ തുടങ്ങുന്നു. ജലത്തിന്റെ സ്പർശനം ഉള്ളംകാലിലെ നാഡീഅഗ്രങ്ങളെ സജീവമാക്കുന്നു. ഇത് മസ്തിഷ്കത്തിന് പെട്ടെന്ന് തന്നെ വിശ്രമിക്കാനുള്ള സന്ദേശം നൽകുന്നു. ഇതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയാൻ തുടങ്ങുകയും നല്ല ഉറക്കത്തിന് കാരണമാകുന്ന മെലറ്റോണിന്റെ അളവ് കൂടാൻ തുടങ്ങുകയും ചെയ്യുന്നു. സമ്മർദ്ദം കുറയുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു, നിങ്ങളുടെ തലച്ചോറ് പതുക്കെ ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നോക്കൂ. ആളുകൾ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് മൊബൈൽ നോക്കിയാണ് കിടക്കുന്നത്. രാത്രിയിൽ അവർ അവസാനം കാണുന്ന കാര്യം തിളങ്ങുന്ന ഒരു സ്ക്രീനാണ്. അവർ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നു, ലോകത്തിലെ എല്ലാ നെഗറ്റീവ് വാർത്തകളും കാണുന്നു, മറ്റുള്ളവരുടെ ജീവിതവുമായി തങ്ങളെ താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, മനസ്സ് അസ്വസ്ഥമാണ്, ഉറക്കം വരുന്നില്ലെന്ന്. മൊബൈലിൽ നിന്ന് പുറത്തുവരുന്ന നീലവെളിച്ചം ഇപ്പോഴും പകലാണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ഉറക്കചക്രത്തെ പൂർണ്ണമായും തകിടം മറിക്കുന്നു. നിങ്ങൾ ഏത് ഊർജ്ജത്തോടെയാണോ ഉറങ്ങാൻ പോകുന്നത്, രാവിലെ അതേ ഊർജ്ജത്തോടെയാണ് ഉണരുന്നത്. ഇത് പ്രകൃതിയുടെ തെറ്റാത്ത ഒരു നിയമമാണ്. രാത്രിയിൽ നിങ്ങൾ ദേഷ്യത്തോടുകൂടിയോ അസ്വസ്ഥതയോടുകൂടിയോ അല്ലെങ്കിൽ വെറുപ്പോടുകൂടിയോ ആണ് ഉറങ്ങുന്നതെങ്കിൽ രാവിലെ ഉണരുമ്പോഴും അതേ അസ്വസ്ഥതയാണ് നേരിടേണ്ടിവരിക. രാത്രിയിൽ ഉത്കണ്ഠയോ ഭയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാജയത്തിന്റെ ഭാരമോ പേറിയുറങ്ങിയാൽ രാവിലെയും മനസ്സിന് ഭാരമായിരിക്കും, എഴുന്നേൽക്കാൻ തോന്നില്ല, ശരീരത്തിൽ ഊർജ്ജമില്ലായ്മ അനുഭവപ്പെടും. എന്നാൽ ഇതിന് വിപരീതമായി രാത്രിയിൽ നിങ്ങളെല്ലാം വൃത്തിയാക്കി പൂർണ്ണമായ ശാന്തിയോടും നന്ദിയോടും കൂടി ഉറങ്ങുകയാണെങ്കിൽ രാവിലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചവും പുതിയ ഉന്മേഷവും പുതിയ ആവേശവും ഉണ്ടാകും. കാൽ കഴുകുന്ന പ്രവൃത്തിയെ എങ്ങനെയൊരു ധ്യാനമാക്കാം? എല്ലാ ദിവസവും രാത്രി കാൽ കഴുകുന്നത് വളരെ മനോഹരമായ ഒരു ധ്യാനമായി മാറ്റാം. ഇതിനായി നിങ്ങൾ കഠിനമായ ആസനങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇത് പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യുക എന്നു മാത്രം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ്
ബാത്റൂമിൽ പോകുക. ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നേരിട്ട് പൈപ്പിന് താഴെയോ നിങ്ങളുടെ കാലുകൾ വയ്ക്കുക. തിടുക്കം കൂട്ടരുത്. ഇതൊരു ചടങ്ങല്ല, ഇത് നിങ്ങൾക്കായി മാത്രം ചെലവഴിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമയമാണ്. വെറും 5 മിനിറ്റ് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാലുകളിലേക്ക് വെള്ളമൊഴിക്കുക. നിങ്ങളുടെ കൈകൾ കൊണ്ട് ഉള്ളംകാലുകളും വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങളും സ്നേഹത്തോടെ വൃത്തിയാക്കുക. വെള്ളം നിങ്ങളുടെ കാലുകളിൽ വീഴുമ്പോൾ കണ്ണുകൾ അടച്ച് പകൽ മുഴുവനുള്ള തളർച്ചയും സമ്മർദ്ദവും മാനസിക മടുപ്പും ആ വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെ മനസ്സ് പതുക്കെ ഭാരം കുറയുന്നത് അനുഭവിക്കുക. നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും ശാന്തനാകുന്നത് അനുഭവിക്കുക. ഈ 5 മിനിറ്റത്തെ പ്രക്രിയയ്ക്ക് ശേഷം ഒരു വൃത്തിയുള്ള തോർത്തുപയോഗിച്ച് നിങ്ങളുടെ കാലുകൾ തുടയ്ക്കുക. പിന്നീട് മൊബൈൽ തൊടാതെ, യാതൊരു ബഹളവുമില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ നേരെ കിടക്കയിലേക്ക് പോകുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഈ ശുദ്ധമായ ഊർജം നിങ്ങളുടെ ശരീരമാകെ പടരുന്നത് അനുഭവിക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഉറക്കം കുട്ടിക്കാലത്തെന്ന പോലെ അത്രയും ആഴമുള്ളതായി മാറും. രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാനതകളില്ലാത്ത ഒരു പുതുമ അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥത കുറയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വന്നിരുന്ന ദേഷ്യവും അക്ഷമയും പതുക്കെ ഇല്ലാതാകും. നിങ്ങളുടെ ആന്തരിക സ്വഭാവം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഊർജവും മാറാൻ തുടങ്ങും. ആളുകൾ ഇതിനെ ഭാഗ്യം മാറുക എന്ന് പറയും, ഈ വ്യക്തിയുടെ ഗ്രഹനില മാറിയെന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോധമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിലെ ബോധം മാറുമ്പോൾ പുറത്തെ ഭാഗ്യം തനിയെ മാറും. ഭാഗ്യത്തിന്റെ നിർമ്മാണവും അഹങ്കാരത്തിന്റെ വിസർജനവും. ഓർക്കുക, ഭാഗ്യം ആകാശത്തുനിന്ന് പൊട്ടിവീഴുന്നതല്ല. അത് ഒരു കല്ലിൽ നേരത്തെ തന്നെ എഴുതിവച്ചിട്ടുള്ള മാറ്റാൻ കഴിയാത്ത ഒന്നല്ല. ഭാഗ്യം നിങ്ങളുടെ ഊർജ്ജത്തിൽ നിന്നാണുണ്ടാകുന്നത്, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നാണുണ്ടാകുന്നത്, നിങ്ങളുടെ ചിന്തകളുടെ ശേഖരത്തിൽ നിന്നാണുണ്ടാകുന്നത്. ഏതു മനുഷ്യന്റെ ഊർജ്ജമാണോ ശുദ്ധമായിരിക്കുന്നത്, അവന്റെ അടുത്തേക്ക് അവസരങ്ങൾ തനിയെ വരും. ആളുകൾ അവനിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം ശാന്തനും പോസിറ്റീവുമായ ഒരു വ്യക്തിയുടെ കൂടെയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അവന്റെ മുടങ്ങിപ്പോയ ജോലികൾ നടക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ അവന്റെ ഉള്ളിൽ തടസ്സങ്ങൾ കുറവാണ്. അവന്റെ ഊർജ്ജത്തിന്റെ ഒഴുക്ക് തികച്ചും നേരെയും തടസ്സമില്ലാത്തതുമായി മാറിയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ ചന്ദ്രകലഭുതങ്ങൾ വലിയ സംഭവങ്ങളിൽ നിന്നല്ല, വളരെ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ആഴത്തിലുള്ള ശ്വാസം, ശാന്തമായ ഒരു രാത്രി, ശുദ്ധമായ ഒരു മനസ്സ്, ഉറങ്ങുന്നതിനു മുൻപ് വെള്ളം കൊണ്ട് കഴുകിയ കാലുകൾ. ഇത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറഞ്ഞുതന്ന വെറുമൊരു പഴയ പാരമ്പര്യം മാത്രമല്ല. ഇതൊരു ശാസ്ത്രമാണ്, ആഴമേറിയ ഒരു ധ്യാനവുമാണ്. വെള്ളം ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നു, നമ്മുടെ നാഡീവ്യൂഹത്തെ സന്തുലിതമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുകയും നാഡീവ്യൂഹത്തെ പൂർണ്ണമായും റീബൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശരീരം ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാകാൻ തുടങ്ങുന്നു. എന്നാൽ ഈ പ്രക്രിയയിലെ ഏറ്റവും മനോഹരമായ കാര്യം മറ്റൊന്നാണ്. അതിലേക്ക് സാധാരണയായി നമ്മുടെ ശ്രദ്ധ പോകാറില്ല. രാത്രിയിൽ നിങ്ങൾ കാൽ കഴുകുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ താഴേക്ക് കുനിയുന്നു. നിങ്ങളുടെ കാലുകൾ വൃത്തിയാക്കാൻ നിങ്ങൾ സ്വയം അല്പം കുനിയേണ്ടി വരുന്നു. ഈ ശാരീരികമായ കുനിയൽ നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മമായ അഹങ്കാരത്തെ തകർക്കുന്നു. അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അശാന്തിക്കും ദുഃഖങ്ങൾക്കും കാരണം. അഹങ്കാരം എപ്പോഴും തലയുയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതെപ്പോഴും പറയുന്നു, ഞാനാണ് ഏറ്റവും വലിയവൻ, ഞാൻ പറയുന്നതാണ് ശരി എന്ന്. ജീവിതം അതിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ആ അഹങ്കാരത്തെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നു. അതിലൂടെ മനുഷ്യൻ തകർന്നുപോകുന്നു. കുനിയാൻ പഠിക്കുന്ന മനുഷ്യൻ, വിനയമുള്ളവനാകാൻ പഠിക്കുന്ന മനുഷ്യൻ ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞുപോകുന്ന ഉണങ്ങിയ മരത്തെപ്പോലെ അവൻ വാശി പിടിക്കുന്നില്ല. മറിച്ച് കൊടുങ്കാറ്റ് വരുമ്പോൾ കുനിയുകയും അത് കടന്നുപോയ ശേഷം വീണ്ടും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന പുല്ലിനെപ്പോലെ അവൻ മാറുന്നു. ജീവിതത്തിന്റെ ഈ ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിച്ചവന്റെ ഭാഗ്യം മാറ്റുന്നതിൽ നിന്ന് ലോകത്തിലെ ഒരു ശക്തിക്കും അവനെ തടയാൻ കഴിയില്ല. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പരീക്ഷണം ആരംഭിക്കൂ. ഒരു കാര്യവും കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾ തന്നെ ഇതിന്റെ ശാസ്ത്രീയ സാക്ഷിയാകൂ. വെറും 7 ദിവസം എല്ലാ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ കാൽ കഴുകുക. പൂർണ്ണമായ ശ്രദ്ധയോടെ, പതുക്കെ, ശാന്തമായി, യാതൊരു തിടുക്കവുമില്ലാതെ. എന്നിട്ട് ഈ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് സ്വയം അനുഭവിക്കുക. രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ മാറുന്നു എന്ന് ശ്രദ്ധിക്കുക. ദിവസം മുഴുവൻ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് മുൻപത്തേക്കാൾ കൂടുതൽ സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ പ്രഭാതങ്ങൾ എങ്ങനെയുള്ളതായി മാറുന്നു? അതിൽ ഒരു പുതിയ ആനന്ദം അടങ്ങിയിട്ടുണ്ടോ? കാരണം ജീവിതം ഒരിക്കലും പുറത്തുനിന്നല്ല മാറുന്നത്, ജീവനം എപ്പോഴും ഉള്ളിൽ നിന്നാണ് മാറുന്നത്. ഉള്ളിലെ ഈ വലിയ മാറ്റം എപ്പോഴും ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ തുടക്കത്തിൽ നിങ്ങളുടെ യുക്തിസഹമായ മനസ്സ് നിങ്ങളോട് പറഞ്ഞേക്കാം, ഇതെല്ലാം വെറും വർത്തമാനങ്ങൾ മാത്രമാണെന്ന്, കാൽ കഴുകുന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ വിധി മാറുന്നതെന്ന്.
എന്നാൽ ഓർക്കുക, ഓരോ വലിയ സത്യവും തുടക്കത്തിൽ വളരെ ചെറുതും ലളിതവുമായിട്ടാണ് തോന്നുക. ഒരു വലിയ പേരാലിന്റെ വിത്ത് പോലും കടുകുമണിയേക്കാൾ ചെറുതാണ്. എന്നാൽ അതിന് ശരിയായ മണ്ണും വെള്ളവും ലഭിച്ചാൽ ആ ചെറിയ വിത്തിനുള്ളിലാണ് വലിയൊരു വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ കാൽ കഴുകുന്നതും അത്തരമൊരു ചെറിയ വിത്താണ്. ഇത് പൂർണ്ണമായ സ്നേഹത്തോടും ശ്രദ്ധയോടും ബോധത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ ശീലം ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിൽ അസീമശാന്തിയുടെ ഒരു വലിയ വൃക്ഷം വളർത്തിയേക്കാം. ഏതു മനുഷ്യന്റെ ഉള്ളിലാണോ സമാധാനത്തിന്റെ ഈ വൃക്ഷം വളരുന്നത്, അവന്റെ ഭാഗ്യം തനിയെ തെളിയാൻ തുടങ്ങും.